പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പിസ്തയുടെ ഷെല്ലും പിന്നെ ഇതുപോലത്തെ ഒരു നീല ബോട്ടിലും ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു സിമ്പിൾ ബോട്ടിൽ ആർട്ടാണ് ചെയ്യാൻ പോണേ. സോ ഇതെങ്ങനെ ചെയ്യാന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സാധനമാണ് പിസ്തയുടെ ഷെല്ല്. ഇത് നമ്മൾ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്ത് അതിലിട്ടതിന് ശേഷം 1-2 വട്ടം കഴുകിയെടുക്കുക. ഈ ഒരു തൊണ്ടിന്റെ മുകളിലായിട്ട് കുറച്ച് ഉപ്പിന്റെ അംശവും പിന്നെ ഇതുപോലത്തെ ചെറിയ പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് 1-2 വട്ടം നല്ലപോലെ കഴുകിയെടുക്കുന്നത്. ഞാനിവിടെ ഈ പിസ്ത ഷെല്ലിന് ഒരു വൈറ്റ് കളർ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ പിസ്ത ഷെല്ല് എത്രത്തോളം ക്ലീൻ ആക്കാൻ പറ്റുമോ അത്രത്തോളം റിസൾട്ട് നമുക്ക് അതിന്ന് കിട്ടും. സോ ഇതുപോലെ ഈ ഷെല്ലുകൾ നന്നായി കഴുകി ഒരു ട്രയലിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുക. നമ്മളിവിടെ ഗ്ലൂ ഗൺ ഉപയോഗിക്കാണ്ടാണ് ഈ ഒരു വർക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു A4 ഷീറ്റോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ എടുത്തിട്ട് നല്ലപോലെ ചുരുട്ടിയതിന് ശേഷം ഈ ഒരു ഷെല്ലിൻ്റെ ഉള്ളിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം അത് മാറ്റിയിട്ട് ആ ഷെല്ലിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒന്നുകൂടി അവിടെ അത് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമ്മൾ ഒരുവിധം എല്ലാ ഷെല്ലുകളും ക്രിയേറ്റ് ചെയ്തെടുക്കുക. ഡയറക്റ്റ് നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ബോട്ടിലിൽ ക്യാച്ച് ആവില്ല. ഈ ഒരു മെത്തേഡിൽ നമ്മളൊരു പേപ്പറിൻ്റെ കോട്ടിങ്ങും കൂടി അടിഭാഗത്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഒട്ടിക്കണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ അത് ബോട്ടിലിൽ ഒട്ടും ചെയ്യും, നല്ലപോലെ ഈടിൽ കിട്ടും ചെയ്യും. ഇനി നമുക്ക് വേണ്ടത് ഇത്തിരി വണ്ണുള്ള ഒരു കോട്ടൻ്റെ നൂലാണ്. അതിൽ നമ്മൾ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായി എല്ലാ ഭാഗത്തേക്കും ഒന്ന് തേച്ച് കൊടുത്തിട്ട് ബോട്ടിലിൽ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക. അത് പെട്ടെന്ന് തന്നെ നമ്മളൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ പെട്ടെന്ന് തന്നെ ഒട്ടും. അത് ഒട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. ആ സമയം കൊണ്ട് നമ്മൾ ഈ ഷെല്ലുകളൊക്കെ കളർ ചെയ്യുക. കളർ ചെയ്യാനായിട്ട് ഞാനിവിടെ വൈറ്റ് അക്രലിക് കളറാണ് യൂസ് ചെയ്യണേ. നിങ്ങൾക്ക് വൈറ്റ് ഫാബ്രിക് കളറും യൂസ് ചെയ്യാം. ഞാനിവിടെ ഒരു കോട്ട് മാത്രമാണ് കളർ അപ്ലൈ ചെയ്യണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഉണങ്ങിയതിന് ശേഷം ഒരു കോട്ടും കൂടി അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് ഓരോ ഷെല്ലും ഈ ഒരു നൂലിൻ്റെ ഇരുവശത്തായിട്ടും ഈ കാണുന്ന പോലെ ഒട്ടിച്ചു കൊടുക്കാം. ഈ ഒരു മെത്തേഡിൽ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഒട്ടിക്കുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു വെച്ചെങ്കിൽ നമുക്ക് ഇത് അവിടുന്ന് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് അടർത്തി മാറ്റിയതിന് ശേഷം ഒരു തുണി ഉപയോഗിച്ച് തുടയ്ക്കാം. അതിനുശേഷം എങ്ങനെയാണോ വേണ്ടതെന്ന് ഒന്നും കൂടി കൺഫേം ചെയ്തതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കാം. ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞ മെത്തേഡ് എത്രത്തോളം പോസിബിൾ ആവുമെന്ന് എനിക്കറിയില്ല. കാരണം വേറൊന്നുമല്ല, ഞാൻ ഇതുവരെ ഗ്ലൂ ഗണ്ണ് വാങ്ങിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഈ അടുത്തായിട്ട് തന്നെ നമ്മളൊരു ഗ്ലൂ ഗണ്ണ് വാങ്ങുന്നുണ്ട്. അപ്പോൾ അത് വാങ്ങിക്കഴിഞ്ഞാൽ കുറേ അടിപൊളി വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് ഗ്യാപ്പ് ഇട്ട രീതിയിലാണ് ഈ ഷെല്ലുകൾ അറേഞ്ച് ചെയ്യണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് അടുപ്പിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു പാറ്റേണിലൊക്കെയോ ട്രൈ ചെയ്ത് നോക്കാം. നമ്മളിവിടെ ഈ ഒരു വൈറ്റും ബ്ലൂവും കോമ്പിനേഷനാണ് കൊണ്ടുവരാൻ ശ്രമിച്ചേക്കുന്നത്. സോ ഇതിൽ എങ്ങനത്തെ ഡിസൈൻ വേണമെന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഷെല്ല് ഉപയോഗിച്ചിട്ട് പല ഡിസൈനും ക്രിയേറ്റീവായിട്ടുള്ള പല ഡിസൈനും നിങ്ങൾക്ക് ഇതുപോലെ ബോട്ടിലിൽ ചെയ്തെടുക്കാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഒരു വൈറ്റ് ത്രെഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ നെക്ക് പോർഷനിലൊക്കെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. പക്ഷെ ഞാൻ അത് ചെയ്യണില്ല. നമ്മുടെ ഒട്ടുമിക്ക വീഡിയോസിലും ഇപ്പോൾ അടുത്ത് നമ്മൾ അതേ മെത്തേഡ് തന്നെ ചെയ്യണം. അപ്പോൾ പിന്നെ അത് ആവർത്തിക്കേണ്ടെന്ന് വിചാരിച്ചു. സോ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഒട്ടും വൈകിക്കേണ്ട, നിങ്ങളുടെ കയ്യിൽ പിസ്തയുടെ ഷെല്ലുകൾ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ബോട്ടിൽ ആർട്ട് ഈ ഒരു കളർ കോമ്പിനേഷനിൽ ചെയ്തെടുക്കാം. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരിക്കും ഗുഡ് ബൈ. ഈ ഒരു വർക്കിന്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിന്റെ സിംപ്ലിസിറ്റിയാണ്. നമ്മൾ ഓവറായിട്ട് ഇത് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു ഭംഗി ഇതിന് കിട്ടിയെന്ന് വരില്ല.